ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്ക് ചായ കുടിക്കാൻ കുട്ടിക്കാനം വരെ പോയാലോ? ചായ കുടിക്കാൻ കുട്ടിക്കാനത്തോ? ചുമ്മാ ഗൈസ്, ശരിക്കും നമ്മൾ കോട്ടയിലുള്ള പ്ലാനിട്ടാണ് ഇറങ്ങിയത്. കാറിൽ വെച്ചൊരു സജഷൻ പറഞ്ഞു, നമുക്ക് കുട്ടിക്കാനത്ത് പോയാലോ എന്ന്. എനിക്ക് പിന്നെ എവിടെ ആയാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. ഒരു സ്ഥലത്തോടെ എക്സ്പ്ലോർ ചെയ്യാലോ. മാത്രമല്ല നമ്മൾ ഓൾറെഡി കോട്ടയിലുള്ളിൽ പോയിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ നേരെ കുട്ടിക്കാനത്തോട്ട് വിട്ടു. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2-2:30 കഴിഞ്ഞാണ് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോൾ ഒരു 5-5:30യോളമായി. പിന്നെ ഞാൻ കൊടുക്കത്ത് ഭാഗ്യമായതുകൊണ്ട് കാറിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല മഴയുണ്ടായിരുന്നു. എങ്കിലും മഴ തീരുമെന്നുള്ള വിശ്വാസത്തിൽ കുറച്ചേറെ ഞങ്ങൾ അവിടെ നിന്നെങ്കിലും മഴ തോർന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, അങ്ങ് തിരിച്ചു പോന്നു. അവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിലും പോകുന്ന വഴിക്കും തിരിച്ച് വരുന്ന വഴിക്കുമൊക്കെ കണ്ട കാഴ്ചകൾ അതിനെപ്പറ്റി വർണ്ണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിതുവരെ ഇതുപോലത്തെ കാഴ്ചകളൊന്നും കാണാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോടയും അരുവികളും വെള്ളച്ചാട്ടവും അങ്ങനത്തെ കുറച്ച് പ്രകൃതി രമണീയമായ രീതിയിലുള്ള കാഴ്ചകൾ. ഐ ലൈക്ക് ഇറ്റ് ഗൈസ്. ഞാൻ ഈ കാഴ്ചകളെ പറ്റിയൊക്കെ ഇത്രയും വർണ്ണിച്ചല്ലോ, എങ്കിലും ഈ കാഴ്ചകളൊന്നും എനിക്കധികം കാണാൻ പറ്റില്ല ഗൈസ്. കാരണം എനിക്കൊരു കുഴപ്പമുണ്ട്. കാറിലും ബസ്സിലും ഒക്കെ പോകുമ്പോൾ ഛർദ്ദിക്കും. ആ പതിവ് ഞാൻ ഇവിടെ മുടക്കില്ല. 3 തവണ കവറിലും 1 തവണ പുറത്ത് പോയിട്ട് ഞാൻ അടിപൊളിയായിട്ട് ഛർദ്ദിച്ചു. അത് കാരണം ഞാൻ ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ എൻ്റെ ചേച്ചിയുടെ മടിയിൽ കിടത്തി ഉറക്കിയിരിക്കുമായിരുന്നു. നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ ചേച്ചി എന്നെ വിളിക്കും. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ കണ്ടത്. കണ്ട കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടം വരെ വന്നിട്ടൊരു ചായ കുടിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? അതും ഇത്രയും നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നല്ല ആസ്വദിച്ചൊരു ചായ കുടിച്ചില്ലെങ്കിൽ മോശമല്ലേ? കുരങ്ങച്ചനൊക്കെ വൻ സ്റ്റൈലാണ് വീഡിയോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ നമ്മളൊരു ചായയും കുടിച്ചു. ഞാൻ 2 പഴംപൊരിയും കഴിച്ചു ഗൈസ്. പിന്നെ ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഇതാണ് കേട്ടോ, ഈ വെള്ളച്ചാട്ടം. ഈ വാട്ടർഫോൾ എത്ര കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല. വീഡിയോയിൽ കണ്ടിട്ടും അതുപോലെ തന്നെ നേരിട്ട് കണ്ടിട്ടും ഒന്നും എനിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ വണ്ടർഫുൾ കാഴ്ച. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം. ഉറക്കം എഴുന്നേറ്റുണ്ട് കേട്ടോ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഛർദ്ദിക്കലും തലവേദനയൊക്കെ. പക്ഷേ തിരിച്ചു പോകുമ്പോൾ ബാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഛർദ്ദിക്കലൊഴിച്ച് തലവേദനയും ചെവി അടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും. ഹൈ റേഞ്ച് അല്ലേ, മറ്റേ ചുരം ഇറങ്ങിയൊക്കെ പോകുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പപ്പയുടെ അനിയനും പപ്പയുടെ ചേട്ടൻ്റെ ഇളയ മോളും ഞാനും എൻ്റെ ചേച്ചിയോടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പപ്പയുടെ അനിയൻ ഗൾഫിൽ നിന്ന് വന്നത് പ്രമാണിച്ചുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും തിരിച്ച് വന്നപ്പോഴും ഒക്കെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ ഫുള്ള് കോടയായിരുന്നു ഗൈസ്. അടിപൊളി. എനിക്കെന്തെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹൈ റേഞ്ച് പ്ലേസിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. പിന്നെ പോയപ്പോഴും തിരിച്ച് വന്നപ്പോഴും ഒക്കെയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ മൊത്തം കോടയായിരുന്നു ഗൈസ്. കോട കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. അതൊരു രസമുള്ള കാഴ്ചയാണ്. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ രീതിക്ക് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കിടന്നു. അപ്പോൾ ശരി, ബൈ ബൈ.